കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമി തിരോധാനം നമ്മൾ എത്രയോ തവണ വാർത്ത നൽകിയിരിക്കുന്നു. മാമിയെ കാണാതായിട്ട് ഇന്നേക്ക് 1000 ദിവസം തികയുകയാണ്. കോഴിക്കോട് YMCA ക്രോസ് റോഡിലെ ഓഫീസിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞിറങ്ങിയ മാമി പിന്നീട് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. പോലീസും ക്രൈംബ്രാഞ്ചും മാറി അന്വേഷിച്ചിട്ടും മാമി എവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. ഇനി എന്നു മടങ്ങി വരും? 2023 ഓഗസ്റ്റ് 21 തിങ്കളാഴ്ച. സമയം വൈകുന്നേരം 6 മണിയായിട്ടുണ്ടാകും. പള്ളിയിലേക്ക് പോകാൻ ഓഫീസിൽ നിന്നിറങ്ങിയതാണ് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായ മാമി എന്ന് വിളിക്കപ്പെടുന്ന കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി മുഹമ്മദ് ആട്ടൂർ. കോഴിക്കോട് YMCA ക്രോസ് റോഡിലുള്ള നക്ഷത്ര അപ്പാർട്ട്മെന്റിലെ ഓഫീസിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങിയ മാമി പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. മാമിയെ തേടി പോലീസ് സംവിധാനവും പിറകെ ഇറങ്ങി. എന്നാൽ 1000 ദിവസങ്ങൾക്കിപ്പുറവും മാമി എവിടെ എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ADGP MR അജിത് കുമാർ ഉൾപ്പെട്ട സംഘമാണ് മാമി കേസ് അന്വേഷിച്ചത്. പിന്നീടത് ക്രൈംബ്രാഞ്ചിന് കൈമാറി. മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒരു തുമ്പും കണ്ടെത്താൻ സാധിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായ SIക്കുമേൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടായിരുന്നതായുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തുവന്നു. കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധിയുണ്ടായില്ല. 37,000 ഫോൺ രേഖകൾ പരിശോധിച്ചിട്ടും 180 പേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടും സംസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളിലേക്ക് അന്വേഷണമെത്തിയിട്ടും മാമിയിലേക്കെത്താൻ അന്വേഷണ സംഘത്തിനായില്ല. ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെ എങ്ങുമെത്താതെ ബാക്കിയാവുകയാണ് മാമി തിരോധാന കേസ്. കാണാതായ ദിവസം വൈകുന്നേരം 6:50 ഭാര്യ റംലത്ത് മാമിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. 7:30 വീട്ടിലെത്താമെന്നാണ് അപ്പോൾ മാമി പറഞ്ഞത്. എന്നാൽ പിന്നീട് താൻ കുറച്ചു ദൂരെയാണെന്നും എത്താൻ വൈകുമെന്നും അറിയിച്ചുകൊണ്ട് മാമിയുടെ വാട്സാപ്പ് സന്ദേശം റംലത്തിന് ലഭിച്ചു. ശേഷം മാമിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. ബിസിനസ് യാത്രകൾ പതിവായതിനാൽ മാമി വീട്ടിൽ വരാതിരിക്കുന്നത് സാധാരണയാണ്. മാമിയുടെ സുഹൃത്തുക്കൾ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഭാര്യ റംലത്ത് പോലീസിൽ പരാതി നൽകിയത്. തിരിച്ചുവരുമോ എന്ന് പോലും അറിയാതെ ഒരു കുടുംബം മാമിക്കായി കാത്തിരിക്കുകയാണ്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.